അത് പഠിക്കാൻ പറ്റും, സ്വയം ചിന്തിക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിരന്തരമായിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്ക സമയത്ത് പണ്ട് കാലത്തൊക്കെ എല്ലാ ആളുകളെ പോലെ ഞാനും പറയാറുണ്ടായിരുന്നു, അത് കറക്റ്റ് സമയമായി ഭക്ഷണം കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ലഞ്ച് കഴിക്കണം, ഡിന്നർ കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണ്? അതാണ് ലോകത്ത് പോപ്പുലർ ആയിട്ടുള്ള സ്റ്റഡികളും പഠനങ്ങളും നമ്മൾ ഇങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ യാസർ മാസ്റ്ററൊക്കെ വീഡിയോയിൽ മണ്ടത്തരം പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ചെയ്യണമെന്നൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് ലേൺ ചെയ്യണം അരുണേ? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ നീ ഇപ്പോൾ ലേൺ ചെയ്യുന്നത് എന്താണെന്നറിയോ? എങ്ങനെ നിന്റെ ബോഡി നീ നാച്ചുറലായിട്ട് നീ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ബോഡി എങ്ങനെ നീ നശിപ്പിക്കാം എന്നാണ് നീ ലേൺ ചെയ്യുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ഒരു 2-3 മാസത്തെ നിന്റെ ബോഡിയിലെ ചേഞ്ചസ് നീ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിനക്ക് തന്നെ മനസ്സിലാക്കാമെന്ന്. നീ ഭയങ്കരമായിട്ട് വീക്കായി പോയി, ഭയങ്കര വീക്കാണ് നിന്റെ ബോഡി. ഇപ്പം പഴയ ബോഡിയിൽ നിന്നും കണ്ടീഷനിൽ നിന്നും ഒരുപാട് ഡൗൺ ആയിട്ട് നീ താഴെ പോയി. കാരണം നീ ഇങ്ങനെയുള്ള കുറേ മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ടാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യവും ലഞ്ചിൻ്റെ കാര്യവും ഡിന്നറിൻ്റെ കാര്യമൊക്കെ പറയുന്നല്ലോ. ഈ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജിമ്മിൽ ചെന്ന് ഇപ്പം നീ പറഞ്ഞല്ലോ, ഇപ്പം നിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ്സും ഹെൽത്തുമാണ്. ഫിറ്റ്നസ്സും ഇപ്പോൾ നമ്മളൊരു ഫിറ്റ്നസ് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കൊണ്ട് പോകേണ്ടത്? ഫിറ്റ്നസ് നോക്കിക്കൊണ്ട് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് വർക്കൗട്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കൊടുത്ത് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുത്ത് കൊണ്ടുപോകുന്നതിനെയാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അതാണ് നമ്മളെ ഹെൽത്തിന് നല്ലത്. അല്ലാതെ നീ ഇപ്പം കാണിച്ചു കൂട്ടുന്ന പോലെയുള്ള ഇപ്പം ഒരാഴ്ച വേറൊന്ന്, ഒരാഴ്ച അടുത്തൊന്ന്, ഇപ്പം ഇതൊന്നും നീ പറയുന്നത് ഇതെല്ലാം